മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ മറുപടി സത്യവാങ്മൂലം. മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ കേസിൽ പെടുത്തുന്നുവെന്ന് വീണയുടെ വാദം. ബോധപൂർവം മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നു. എക്സാലോജിക് ബിനാമി കമ്പനിയല്ലെന്നും മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം നൽകി. അതിൽ പറയുന്നത് ഈ കേസിൽ പൊതുതാൽപര്യമില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇപ്പോൾ വീണ പറയുന്നു ഈ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യമില്ല. എന്തൊക്കെയാണ് മറുപടി സത്യവാങ്മൂലത്തിൽ വീണ പറഞ്ഞു വെക്കുന്നത്? നിലിമ, മുഖ്യമന്ത്രി നൽകിയ അതേ കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അതേ വാദഗതികൾ തന്നെയാണ് വീണ വിജയനും ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലത്തിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ മാസപ്പടി കേസിൽ CBIയുടെ അന്വേഷണം ആവശ്യമില്ല, വിഷയത്തിൽ പൊതുതാൽപര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന വാദമായിട്ടും പ്രധാന മറുവാദമായിട്ട് വീണ വിജയൻ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അതുമാത്രമല്ല, തൻ്റെ കമ്പനിയായിട്ടുള്ള എക്സലോജിക് സൊല്യൂഷൻസ് അതിന് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഇടപാടുകൾ ഒക്കെ തന്നെ സുതാര്യമാണ്, അത് പരിശോധിക്കപ്പെട്ടവയാണ്. ഒപ്പം അതൊരു ബിനാമി കമ്പനിയല്ല. അതായത് ഈ എക്സലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു ബിനാമി കമ്പനിയല്ല. ഈ കമ്പനിയുമായിട്ട് തൻ്റെ അച്ഛനോ ഭർത്താവിനോ യാതൊരു ബന്ധവുമില്ല. തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഇവയൊക്കെ തന്നെ ബാലിശമാണ്, അടിസ്ഥാനരഹിതമാണ്, തെറ്റാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഹർജിക്കാരൻ ഉന്നയിച്ച മറ്റൊരു ആരോപണമുണ്ട്, AKG സെന്റർ സുരക്ഷിത നിക്ഷേപ താവളമാണെന്നുള്ളത്. അതും അടിസ്ഥാനരഹിതമാണ്. AKG സെന്ററിന്റെ വിലാസം അത് തെറ്റായി നൽകിയതിനല്ല തനിക്ക് ROC, അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, പിഴ ഈടാക്കിയത്. മറിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയത്, അത് പരിഹരിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് അത്തരമൊരു പിഴ തനിക്ക് ഈടാക്കിയത്. അതുകൂടാതെ തന്നെ ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുള്ള, അതായത് മാസപ്പടി ഇടപാടിൽ SFIOയുടെ അന്വേഷണം നടക്കുന്നുണ്ട്, സമാന്തരമായിട്ട് മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം വേണ്ടതില്ല, പ്രത്യേകിച്ച് IT ആക്റ്റിലടക്കം ഇക്കാര്യം പറയുന്നുണ്ട്, കമ്പനി നിയമത്തിലടക്കം ഇത് പറയുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ CBIക്ക് ഈ കേസ് കൈമാറാനായിട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകരുത്. ഈ വിഷയത്തിൽ ഒരു പൊതുതാൽപര്യം കൂടി ഇല്ല എന്നാണ് വീണ വിജയന്റെ മറ്റൊരു വാദം. നേരത്തെ മുഖ്യമന്ത്രി സമാനമായിട്ടുള്ള വാദഗതികൾ തന്നെയാണ് ഉന്നയിച്ചത്. അതായത് ഈ മാസപ്പടി കേസിൽ പൊതുതാൽപര്യം എന്നുള്ള ഒരു വിഷയം ഉദിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ ഹർജി നിലനിൽക്കുന്നതല്ല. കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തി ഉന്നയിക്കപ്പെട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അവയൊക്കെ തന്നെ തെറ്റാണ്. നിലവിൽ SFIOയുടെ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ അന്വേഷണവുമായിട്ട് താൻ നിരന്തരം സഹകരിക്കുന്നുണ്ട്, അന്വേഷണത്തിൻ്റെ എല്ലാ നടപടിക്രമങ്ങളുടെയും ഭാഗമായിട്ട് അതിനോടൊത്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തനിക്കെതിരെ മറ്റൊരു കേന്ദ്ര ഏജൻസിയുടെ സമാന്തര അന്വേഷണം അത് നിയമപരമായിട്ട് തെറ്റാണ് എന്നുള്ള ഒരു വാദമാണ് വീണ വിജയൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിലൂടെ ബോധിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ CBIയുടെ അന്വേഷണത്തെ ഇരുവരും തുറന്നെതിർക്കുകയാണ്. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ നൽകാനായിട്ട് ഇരുവർക്കും സാധിച്ചിട്ടില്ല. കേവലം ഈ ഒരു വിഷയത്തിൽ പൊതുതാൽപര്യമില്ല, അതോടൊപ്പം തന്നെ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അഴിമതി അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസി കൂടിയായിട്ടുള്ള CBIയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതില്ല എന്നുള്ളതാണ് വീണ വിജയൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. രേഷ്മ, ഈ കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന നിലപാടാണ് വീണ വിജയൻ സ്വീകരിച്ചിരിക്കുന്നത്.